ഹായ് ഫ്രണ്ട്സ്, അബ്രഹാം ഓസ്ലർ. ഓസ്ലർ ഒരു മെഡിക്കൽ ത്രില്ലറാണ്, പക്ഷേ ഒരു മെഡിക്കൽ സസ്പെൻസ് ത്രില്ലർ അല്ല. ഇതിന്റെ ട്രെയിലറിൽ പറഞ്ഞതുപോലെ ആൻ ഇമോഷണൽ ക്രൈം ഡ്രാമ. ഈ ടേം കേൾക്കുമ്പോൾ നമുക്ക് വേറൊരു പടം ഓർമ്മ വരും, നേര്, ആൻ ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ. അതിന് അങ്ങനെ ഒരു ടാഗ് കൊടുക്കാനുണ്ടായ കാരണം ജിത്തു ജോസഫും ദൃശ്യം ഫ്രാഞ്ചൈസും തമ്മിലുള്ള ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് എന്ന സംവിധായകന്റെ സിനിമ എന്നുള്ള നിലക്കാണ്. അതുപോലെ മിഥുൻ മാനുവൽ തോമസ് അഞ്ചാം പാതിര തന്നതുകൊണ്ട് ഇവർ ട്രെയിലറിൽ അത്ര എക്സ്പെക്ട് ചെയ്യേണ്ട, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നേരിന്റെ മേക്കേഴ്സ് പടം റിലീസിന് ഏകദേശം 2 ആഴ്ച മുമ്പ് തന്നെ പ്രൊമോഷൻ പരിപാടികളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ദൃശ്യം പ്രതീക്ഷിക്കരുത്, ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് എന്ന്. പക്ഷേ ഇവിടെ ഓസ്ലർ പ്രൊമോഷൻ റിലീസിന് ഏകദേശം 1 ആഴ്ച മുമ്പ് മാത്രമാണ് അവർ തുടങ്ങിയത്. പക്ഷെ ഇങ്ങനെ ഒരു അഞ്ചാം പാതിര പ്രതീക്ഷിക്കരുത് എന്ന് കൺവേ ചെയ്യിക്കാൻ വേണ്ടി മേക്കേഴ്സിന് കഴിഞ്ഞില്ല. കാരണം അഞ്ചാം പാതിര പ്രതീക്ഷിച്ച് ഓസ്ലറിന് പോയാൽ നിരാശയായിരിക്കും ഫലം. പ്രത്യേകിച്ചും മിഥുൻ മാനുവൽ തോമസ് ഡയറക്ഷൻ എന്നുള്ള ആ ഒരു ടാഗ് ഉള്ളതുകൊണ്ട്. പക്ഷെ നമ്മൾ മുൻപ് മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത പടങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഓം ശാന്തി ഓശാന ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. പിന്നെ ആൻമരിയ കലിപ്പിലാണ് ഒരു ഫീൽ ഗുഡ് ഡ്രാമയാണ്. ആട് കംപ്ലീറ്റ് കോമഡി. അഞ്ചാം പാതിര ഒരു സസ്പെൻസ് ത്രില്ലർ. അപ്പോൾ എൻറ്റയർലി വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ഫിലിമോഗ്രാഫി ഉള്ള സംവിധായകനാണ് മിഥുൻ മാനുവൽ തോമസ്. പക്ഷെ ഇത് വെച്ച് നമുക്ക് ഗരുഡൻ ഫീനിക്സ് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അദ്ദേഹം അതിന്റെ റൈറ്ററാണ്, പക്ഷെ ഡയറക്ടർ അല്ല. അതുകൊണ്ടാണ് അഞ്ചാം പാതിര പ്രതീക്ഷിച്ചിട്ട് ആണ് ഓസ്ലറിന് പോകുന്നുണ്ടെങ്കിൽ സ്വല്പം നിരാശ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ മുമ്പ് സലാറിന്റെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ ഞാൻ KGF പ്രതീക്ഷിച്ചല്ല സലാറിന് കയറിയത്. അതുകൊണ്ട് തന്നെ സലാർ എന്നെ സംബന്ധിച്ച് മികച്ച അനുഭവമായിരുന്നു. സിമിലർലി അഞ്ചാം പാതിര പ്രതീക്ഷിച്ചുകൊണ്ടല്ല അബ്രഹാം ഓസ്ലറിന് കയറിയത്. അതുകൊണ്ട് തന്നെ അബ്രഹാം ഓസ്ലർ എന്നെ സംബന്ധിച്ച് ഒരു നല്ല സിനിമാറ്റിക് അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് തുടക്കം മുതൽ ഒടുക്കം വരെ കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയിരുന്നു സിനിമ. ഒരു തരത്തിലുള്ള ലാഗോ ബോറടിയോ ഒരു നിമിഷം പോലും സിനിമയിലില്ല. ചിലർ അഭിപ്രായം പറയുന്നത് കേട്ടു, ഇതിലെ ഫ്ലാഷ് ബാക്ക് സീനുകൾ കുറച്ച് സാധാരണയായിപ്പോയി, എല്ലാ സിനിമകളിലും കാണുന്ന തരത്തിലുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. പക്ഷേ എനിക്ക് തോന്നിയത് ആ ഒരു ഫ്ലാഷ് ബാക്കും നല്ല രീതിയിൽ തന്നെ ഇതിനെടുത്തിട്ടുണ്ട്. ഫ്ലാഷ് ബാക്കിലുള്ളത് ഭൂരിഭാഗവും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഇനി പെർഫോമൻസുകളിലേക്ക് വന്നാൽ, ആദ്യം തന്നെ ജയറാം, അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി ഓരോ മലയാള സിനിമാ പ്രേമിയും കാത്തിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഒന്ന് വിക്കിപീഡിയ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായത്, 2011 ജയറാമിന്റെ ഒരു അവസാനത്തെ ക്ലീൻ സൂപ്പർ ഹിറ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമ സീനിയേഴ്സ്. അതിനുശേഷം പഞ്ചവർണ്ണ തത്ത, ആടുപുലിയാട്ടം തുടങ്ങിയ സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ പോലും 30 മലയാള സിനിമകൾ, ഏകദേശം എണ്ണിയപ്പോൾ 30-31 മലയാള സിനിമകൾ അധികം പച്ചപിടിക്കാതെ ജയറാമിന്റെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അതേസമയം മറ്റുള്ള ഭാഷകളിൽ, തമിഴിൽ, തെലുങ്കിൽ, കന്നഡയിലൊക്കെ സൂപ്പർ താരപടങ്ങൾ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് സൈഡ് റോളുകളിൽ. പക്ഷെ മലയാളത്തിൽ ജയറാമിന് ക്ലീൻ ഹിറ്റുകളില്ല കഴിഞ്ഞ 5-10 വർഷമായിട്ട്. അപ്പോൾ ഓസ്ലർ തീർച്ചയായും ജയറാമിനെ സംബന്ധിച്ച് ഒരു ഗംഭീര തിരിച്ചുവരവാണ്. ഇനിയിപ്പോൾ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഒരു വെറൈറ്റി സംഭവം ജയറാം ഇതിൽ എടുത്തിട്ടുണ്ട്. പൊതുവേ കാണുന്ന ജയറാമിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഡയലോഗ് ഡെലിവറി ഒക്കെ അത്യാവശ്യം ആർട്ടിഫിഷ്യലായി തോന്നി. അത് ജയറാമിൽ നിന്ന് പൊതുവേ എക്സ്പെക്ട് ചെയ്യാത്ത ഒന്നാണ്. അങ്ങനെ ഡയലോഗ് ഡെലിവറി ഒക്കെ ആർട്ടിഫിഷ്യൽ ആവുക എന്നുള്ള സംഭവം ജയറാമിനെ പോലെ ഒരു മികച്ച നടനിൽ നിന്ന് അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. പക്ഷെ നടത്തമൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ട് ജയറാം ചെയ്തിട്ടുണ്ട്. ജയറാം കഴിഞ്ഞ ഇതിൽ എടുത്തു പറയേണ്ടത് ജഗദീഷാണ്. കഴിഞ്ഞ കുറേ സിനിമകളായിട്ട് നമ്മൾ റോഷാക്ക് തൊട്ടിട്ട്, പുരുഷപ്രേതം തൊട്ടിട്ട്, പിന്നെ ഫാലിമി, നേര്, അതുപോലെ തന്നെ ഇതിൽ ഒരു വെറൈറ്റി കഥാപാത്രമാണ് ജഗദീഷിൻ്റെത്. നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട്, സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷെ നല്ല രീതിയിൽ ജഗദീഷ് ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അതുപോലെ അനശ്വര രാജൻ, ഞാൻ നേരിന്റെ റിവ്യൂ പറയുമ്പോൾ പറഞ്ഞത്, അതിന് മുമ്പുള്ള പടങ്ങളിൽ അനശ്വരനെ വലിയ ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പക്ഷെ നേരിന് ശേഷം ആ അഭിപ്രായം മാറ്റി. ഇതിലും ഓസ്ലറിലും അനശ്വര നല്ല രീതിയിലുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സപ്പോർട്ടിംഗ് കാസ്റ്റ്, അർജുൻ അശോകൻ ആയിക്കോട്ടെ, ദിലീഷ് പോത്തൻ, അനൂപ് മേനോൻ, സെന്തിൽ കൃഷ്ണ, എല്ലാവരും മോശമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരാൾ, അതൊരു സ്പോയിലർ അല്ല എന്നാൽ പോലും, മമ്മൂട്ടി സിനിമയിൽ ഉണ്ടെന്ന് ഇന്ന് മിഥുൻ മാനുവൽ തോമസിന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്.
മമ്മൂട്ടി ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ ആണ്, ഏകദേശം ഒരു 10 മിനിറ്റോളം ഉണ്ടാവുന്ന തോന്നുന്നത്. ആ കഥാപാത്രം നമുക്ക് ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും മമ്മൂട്ടി എവിടെയായിരിക്കും വരിക, എന്തായിരിക്കും എന്നുള്ളത് മനസ്സിലാവും. അത് കാരണം ഇതിൽ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു സസ്പെൻസ് ഉള്ള ഒരു സംഭവമായിട്ട് അത് തോന്നിയില്ല. മമ്മൂട്ടി വന്നത് ഓസ്ലറിനെ സംബന്ധിച്ചും ജയറാമിനെ സംബന്ധിച്ചും ബോക്സ് ഓഫീസിൽ അത്യാവശ്യം വൻ നേട്ടം ഉണ്ടാക്കി കൊടുക്കും, അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ഹിറ്റ് ടാഗ് അടിക്കേണ്ട സിനിമ സൂപ്പർ ഹിറ്റ് ആകാൻ മമ്മൂട്ടി ഒരു കാരണമായേക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. നേരിനെ കുറിച്ചുള്ള ആ ഒരു സാമ്യത പറയുമ്പം വിട്ടുപോയ ഒരു സംഭവമുണ്ട്. നേരിന്റെ കഥ എഴുതിയത് ജിത്തു ജോസഫിന്റെ ഒരുമിച്ച് അഡ്വക്കേറ്റ് ശാന്തി മായാദേവിയാണ്. അതൊരു ലീഗൽ ഡ്രാമ ആയിരുന്നല്ലോ, കോർട്ട് റൂം ഡ്രാമ. അതുപോലെ ഒരു മെഡിക്കൽ ത്രില്ലർ ആവുമ്പോൾ അത് എഴുതേണ്ടത് ഒരു ഡോക്ടർ ആയിരിക്കണമല്ലോ. അപ്പോൾ ഇതിന്റെ ഓസ്ലറിന്റെ കഥ എഴുതിയിരിക്കുന്നത് ഡോക്ടർ രൺധീർ കൃഷ്ണനാണ്. അപ്പോൾ അതൊരു കൗതുകകരമായ ഒരു കാര്യമായിട്ട് തോന്നി. അതുപോലെ ഈ സിനിമയിൽ ഒറ്റ സീനിൽ സായികുമാർ വരുന്നുണ്ട്, അത് ട്രെയിലറിലുള്ളതാണ്. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ച ഒരു സംഭവം എന്താ വെച്ചാൽ, ആ ഒറ്റ സീൻ എന്തിനാണ് ട്രെയിലറിൽ കൊടുത്തതെന്ന്. അപ്പോൾ ഈ സിനിമയുടെ പേര് കാണിക്കുമ്പോൾ ട്രെയിലർ അടിച്ച് ആരാ നോക്കി, ലിൻഡോ കുര്യൻ. ട്രെയിലർ അടിച്ച് വളരെ നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയുടെ ആദ്യ ഭാഗത്തുള്ള ഭൂരിഭാഗം സംഭവങ്ങളാണ് ട്രെയിലറിൽ കൊടുത്തിരുന്നത്, രണ്ടാം ഭാഗത്തുള്ള അധികം സംഭവങ്ങൾ ട്രെയിലറിൽ കൊടുത്തിട്ടില്ല. ഓവറോൾ നോക്കുമ്പോൾ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത് നല്ലൊരു ഇമോഷണൽ ക്രൈം ഡ്രാമ. നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓ എൻ്റെ പൈസ നഷ്ടമായി പോയി അങ്ങനെയൊന്നും തോന്നാത്തൊരു പടം. അതേസമയം വാവ് ഇതുവരെ കാണാത്ത ഒരു സസ്പെൻസ് ത്രില്ലർ അങ്ങനെയും തോന്നില്ല. ഇതിന്റെ നടുക്ക് നിൽക്കുന്ന എന്നാൽ നല്ലൊരു അനുഭവം. അതാണ് അബ്രഹാം ഓസ്ലർ എന്നെ സംബന്ധിച്ച്. ഞാൻ ഇതിന് കൊടുക്കുന്ന റേറ്റിംഗ് 4 ഔട്ട് ഓഫ് 5. ഇനിയിപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ത്രില്ലേഴ്സ് ആകുമ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാകണമല്ലോ. അതിനുള്ളൊരു സ്കോപ്പ് ഫിലിമിന്റെ അവസാന ഭാഗത്ത് ഇട്ടിട്ടാണ് ഫിലിം അവസാനിക്കുന്നത്. എന്തായാലും മലയാള സിനിമയിലെ 4-ാമന്റെ തിരിച്ചുവരവ് അത്യാവശ്യം നന്നായിട്ട് തന്നെയുണ്ട്.